ഒരുപാട് നിഗൂഢതകളും ഒരുപാട് അതിശയോക്തിയും നിറഞ്ഞൊരു സംഭവം. അതിലേക്ക് ലോകത്തിലെ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരിന് അതിനെ ട്രസ്റ്റ് ചെയ്തൊക്കെ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നു അതാണ് ഫ്യൂച്ചർ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഹാഷ് ടെൻഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചാണ്. ആ വീഡിയോയിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഏറ്റവും ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഈ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇപ്പോൾ പറയാൻ പോകുന്നതിനെ കുറിച്ച് മനസ്സിലാവും. അന്ന് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് ബിറ്റ് കോയിൻ ആണെന്നും അതുകൂടാതെ തന്നെ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് വേറെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 2009 യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് ബിറ്റ് കോയിനിൽ കൂടിയാണ്. പക്ഷേ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരുപാട് കോൺസ്പിറസീസും ഒരുപാട് നിഗൂഢതകളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് ബിറ്റ് കോയിൻ എന്ന് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു ബിറ്റ് കോയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ വീഡിയോയിലും ഞാൻ പറയാൻ പോകുന്നത് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. അതെങ്ങനെയാണ് ബാക്കിയുള്ള കറൻസികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതെന്നും എങ്ങനെയാണ് അതിനെ ലോകത്തിലുള്ള പല ആൾക്കാരും ഒരു ട്രേഡിംഗ് അസറ്റായിട്ട് കണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് 2008 സതോഷി നഗാമോട്ടോ എന്ന് പറയുന്ന ഒരാൾ ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ്. എന്താണ് വൈറ്റ് പേപ്പർ? വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കമ്പനി അവരുടെ ഒരു പ്രോഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യും. ഇതിനെയാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അങ്ങനെ 2008 ഈ സതോഷി എന്ന് പറയുന്ന വ്യക്തി പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറിന്റെ പേരാണ് ബിറ്റ് കോയിൻ, എ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം. പിയർ ടു പിയർ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് പേപ്പർ 2008 പബ്ലിഷ് ചെയ്ത സതോഷിയെ കുറിച്ചും കൂടി നമുക്കിതിൽ പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് സതോഷി എന്നൊന്നും ആർക്കും വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. ചില ആൾക്കാർ പറയുന്നത് എന്ന് പറയുന്ന വ്യക്തി ഒരാളാണെന്നും ചിലർ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നതാണെന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പേര് കേൾക്കുമ്പോൾ ഇയാളൊരു ജാപ്പനീസ് ആളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചിലർ പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നത് ഒരു അമേരിക്കക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്നും ധാരണയില്ല. ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഇലക്ട്രോണിക് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്, ഒരു കറൻസി സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2008 വൈറ്റ് പേപ്പർ ഒരു വെബ്സൈറ്റിൽ കൂടി ലോഞ്ച് ചെയ്യുകയും അങ്ങനെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരു അവയർനെസ്സും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. എത്ര കറൻസിയാണ് മാക്സിമം, എത്ര കോയിൻസ് അല്ലെങ്കിൽ എത്ര കറൻസിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നും എങ്ങനെയാണ് ഇതിൽ ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്നൊക്കെ ഒരു റൂൾ ഉണ്ടാവും. അത് വൺസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2009 ആദ്യമായിട്ട് ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആണെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒബ്വിയസ്ലി ബിറ്റ് കോയിനും ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസി സിസ്റ്റമാണ്, ട്രാൻസാക്ഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് റിസർവ് ബാങ്കോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ബോഡിയോ ഒന്നുമില്ല. ഇതിലുള്ള ഈ നെറ്റ്വർക്കിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത്. ഇതിലുള്ള ഓരോ ട്രാൻസാക്ഷനും ഹൈലി സെക്യൂർഡും അതുപോലെ വളരെ പ്രൈവസി ഉള്ളതുമാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും പേരും ഇതിലുള്ളത് ഇത് ആരാണ് ഓൺ ചെയ്യുന്നതെന്നൊക്കെ ഒരു സെക്യൂർഡ് ട്രാൻസാക്ഷനിൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിറ്റ് കോയിൻ ആദ്യമായിട്ട് 2009 ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ്. അങ്ങനെ ആദ്യത്തെ ബ്ലോക്ക് ജെനിസസ് ബ്ലോക്ക് എന്ന് പറയും, അത് സതോഷിയുടെ പേരിൽ തന്നെയാണുള്ളത്. അത് ആദ്യമായിട്ട് ആദ്യത്തെ ബ്ലോക്ക് ലോഞ്ച് ചെയ്തു. പിന്നെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ബിറ്റ് കോയിൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, നേരത്തെ ക്രിപ്റ്റോ കറൻസി നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ ആൾക്കാരും വാങ്ങിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ, അതായത് ഒരു കറൻസി വാങ്ങുമ്പോൾ അത് എല്ലാ ലെഡ്ജറിലും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയും അത് ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ച് കാണാനും പറ്റും. ഈ പിയർ ടു പിയർ ട്രാൻസാക്ഷനുള്ള എല്ലാ ആൾക്കാർക്കും എത്ര ബിറ്റ് കോയിൻസ് ഉണ്ടെന്നും ഇനി എത്രയാണ് മൈൻ ചെയ്യാനുള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ മൈനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ നമുക്ക് ഈ ബിറ്റ് കോയിൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ജെനിസസ് ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് പേപ്പറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ സാധാരണ സ്വർണം എങ്ങനെയാണ് മൈൻ ചെയ്തെടുക്കുന്നത്, നമ്മൾ മൈനിങ് ഫീൽഡിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ബിറ്റ് കോയിനും ഒരു മൈനിങ് കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ബിറ്റ് കോയിൻ റിലീസ് ആവണമെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്ത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് മൈൻ ചെയ്യുന്നതിന് വേണ്ടി കുറേ ആൾക്കാർ അവൈലബിൾ ആണ്. ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസംഷൻ ആവശ്യമുള്ള ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോസസ്സറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ മൈൻ ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടേഴ്സിന് യഥാർത്ഥത്തിൽ നോഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ നോഡ്സ് യൂസ് ചെയ്തിട്ടാണ്, ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മൈൻ ചെയ്യുന്നത്. അപ്പോൾ മൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൂഫ് ഓഫ് വർക്കായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഓരോ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ ഒരു ബിറ്റ് കോയിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബിറ്റ് കോയിൻ യഥാർത്ഥത്തിൽ മൈൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ പല സ്ഥലത്തിരുന്ന് മൈൻ ചെയ്തെടുക്കണം. മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷനിലും അതിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്ലോക്ക് ചെയിനിൽ രേഖപ്പെടുത്തുള്ളൂ. അങ്ങനെ യഥാർത്ഥത്തിൽ സതോഷി പറഞ്ഞിരിക്കുന്നത് ആകെ ഈ ലോകത്ത് 21 മില്യൺ ബിറ്റ് കോയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ 21 മില്യൺ ബിറ്റ് കോയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതൽ ബിറ്റ് കോയിൻ ഉണ്ടാവില്ല ഒരിക്കലും. അപ്പോൾ 21 മില്യൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ എണ്ണം അതോടുകൂടി അവസാനിച്ചു. സാധാരണ ഇപ്പോൾ ഒരു കൺട്രിയുടെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് വേണമെങ്കിൽ വീണ്ടും കറൻസി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിനകത്തുള്ള ഒരു കൺട്രോളിംഗ് ഒക്കെ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ബിറ്റ് കോയിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ബിറ്റ് കോയിനെ കുറിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ അതിനെ ഒരു ട്രേഡിംഗ് അസറ്റ് ആയിട്ട് കണ്ട് അതിനെ വാങ്ങുന്നു, അതിനെ വിൽക്കുകയൊക്കെ ചെയ്യുന്നു. എന്താണ് ട്രേഡിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു കറൻസി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കറൻസി കിട്ടും. നമ്മളിപ്പോൾ സാധാരണ രൂപ അല്ലെങ്കിൽ ഡോളർ ഒക്കെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ബിറ്റ് കോയിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിന് റെഗുലേറ്ററി ബോഡിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയ ഒരു കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ചില ഗവൺമെന്റുകളൊക്കെയും അല്ലെങ്കിൽ ചില കമ്പനീസൊക്കെ ബിറ്റ് കോയിൻ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഒരാൾ ബിറ്റ് കോയിൻ ഓൺ ചെയ്തിരിക്കുന്ന ഒരാൾ ഇപ്പം ഇപ്പോഴത്തെ വാല്യൂ എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ്റെ വളരെ ഹൈ ആണ്. അപ്പോൾ അങ്ങനെ ഹയർ വാല്യൂവിൽ നിൽക്കുന്ന ഒരു സംഭവം ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങാന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. കാരണം വിൽക്കുന്ന ആൾ വിചാരിക്കും നാളെ ബിറ്റ് കോയിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നഷ്ടമാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് അപ്പുറത്ത് ഇതിനൊരു വാല്യൂ ഇതുവരെ ഇല്ല. ഒരു അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ഒരു ട്രേഡിംഗ് അസറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നാളെ വില കൂടും, ഒരു ഊഹക്കച്ചവടം എന്ന് പറയുമല്ലോ. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ബിറ്റ് കോയിന് $15,000 ഉണ്ട്, നാളെ $20,000 ആകും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത് വെക്കുകയോ അല്ലെങ്കിൽ അത് വിൽക്കും, അത് താഴെ പോകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളതിനല്ലാതെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ പലരും പറയുന്നത് ഇതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അണ്ടർലൈങ് അസറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോങ് ടേമിൽ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ലോകത്തിലുള്ള വളരെ പ്രബലരായിട്ടുള്ള പല ആൾക്കാരും ഇലോൺ മസ്കിനെ പോലെ അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനെ പോലെയുള്ള പല ആൾക്കാരും അതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് മുകളിലേക്ക് പോകുന്നത്, മാർക്കറ്റ് വാല്യൂ മുകളിലേക്ക് പോകുന്നത്, ചിലപ്പോഴൊക്കെ അത് താഴേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ ദോഷമായിട്ട് പറയപ്പെടുന്നത് ഇതുപോലെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് പറഞ്ഞപ്പോൾ എലോൺ മസ്ക് പുള്ളി ഒരു ട്വീറ്റ് ചെയ്ത് ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇനി മുതൽ ബിറ്റ് കോയിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതനുസരിച്ച് മാർക്കറ്റ് മുകളിലേക്കും താഴേക്കൊക്കെ പോകും. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്നുള്ളത് സാധാരണക്കാരായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു അസറ്റാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്. പക്ഷെ ഭാവിയിലത്തെ ഒരു ഡിജിറ്റൽ കറൻസി എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ ഇതിന് ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷെ ബിറ്റ് കോയിൻ അല്ലാതെ തന്നെ ഇപ്പോൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് വേറെ ഉണ്ട്. ഇതേറിയം ഉണ്ട്, ലൈറ്റ് കോയിൻ ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം $28,000 ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ച സമയത്ത്, അതായത് 2009 ശരിക്കും 2010 പുതിയതായിട്ട് മൈൻ ചെയ്തൊക്കെ എടുത്തു തുടങ്ങിയത്. ആ സമയത്ത് ഇരിക്കുന്ന ആൾക്കാരിൽ ഇപ്പം 100 ബിറ്റ് കോയിനുള്ള ആൾക്കാരിലൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം അവരുടെ കയ്യിൽ എത്രത്തോളം അവരുടെ അതിൻ്റെ വാല്യൂസ് ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഒരുപാട് വോളറ്റാലിറ്റി ഇതിനെ ബിറ്റ് കോയിനെ അഫക്റ്റ് ചെയ്തു. ചിലരൊക്കെ വളരെ എക്സ്പെക്ടേഷനോടുകൂടി വാങ്ങിച്ച ആൾക്കാർക്ക്
മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ ഹോൾഡ് ചെയ്ത് ഇത് $1 million ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ വരെ അവൈലബിൾ ആണ്. ഒരുപാട് കറൻസീസ്, ക്രിപ്റ്റോ കറൻസീസ് വേറെ തന്നെയുണ്ട്. അപ്പൊ ബിറ്റ് കോയിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. അപ്പൊ ഇതാണ് ബിറ്റ് കോയിനെ കുറിച്ചുള്ള കഥ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമ്മീഡിയറ്റ്ലി അത് കാണാനും സാധിക്കും.